രാഹുൽ, ഇന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മുടെ ഈ ചർച്ച ആരംഭിക്കാം. രാഹുൽ ഗാന്ധി പറയുന്നു, 2 മുഖ്യമന്ത്രിമാരെ നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ ജയിലിനകത്തിട്ടു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ നരേന്ദ്രമോദി തൊടാത്തത്? അത് ഒരു അന്തർധാരയാണ്. രാഹുൽ ഗാന്ധി 24 മണിക്കൂറും മോദിയെ വിമർശിക്കുമ്പോൾ ആ മോദിയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ പിണറായി വിജയൻ സമയം കണ്ടെത്തുന്നു. യഥാർത്ഥത്തിൽ മോദിക്ക് വേണ്ടി നിങ്ങൾ രാഹുലിനെയാണോ ആക്രമിക്കുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ എന്തായിരുന്നു അവസ്ഥ? 50% ഹാജർ പോലുമില്ലാത്തൊരു പാർലമെന്റ് അംഗമായിരുന്നു രാഹുൽ ഗാന്ധി. പാർലമെന്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത്, അതിന്റെ ചർച്ച നടക്കുന്ന സമയത്ത്, അതിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട NIA ആക്ട് പാർലമെന്റിൽ പാസ്സാക്കുമ്പോൾ, NIA ഭേദഗതി ആക്ട് വന്നപ്പോൾ 6 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. അതിലൊന്ന് സഖാവ് AM ആരിഫാണ്, മലയാളിയായിട്ടുള്ള ഒരേ ഒരാൾ AM ആരിഫാണ്. അതുപോലെ തന്നെ രാജ്യത്ത് ഉയർന്നു വന്ന വിവിധ വിഷയങ്ങളിൽ ഇവിടെ കാശ്മീരിന്റെ വിഭജനം 370-ാം വകുപ്പ് എടുത്തു മാറ്റി. അന്ന് കോൺഗ്രസിന്റെ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം കാശ്മീരിൽ വീട്ടുതടങ്കലിലായപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ പോലില്ല. അങ്ങോട്ട് ആദ്യം പോയത് CPM-ന്റെ ഇതേ പിണറായി വിജയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അതിന്റെ പുറകെ പോയി അവിടെ ആ കാശ്മീരിൽ അവിടെ ചെന്ന് നേതാക്കളെ കണ്ടത്. അതുപോലെ രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളിലും, പൗരത്വ ഭേദഗതി മാത്രമല്ല, രാജ്യത്ത് മൈനോറിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്ത് ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യത്ത് കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യത്ത് വിവിധങ്ങളായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും മുന്നണി പോരാളികളായി ഈ പിണറായി വിജയന്റെ CPM എന്ന പാർട്ടി രാജ്യത്തെല്ലായിടത്തുമുണ്ട്. കനലൊരു തരി എന്നൊക്കെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും രാജ്യത്തെല്ലായിടത്തും ഈ പാർട്ടിയുടെ ചെങ്കൊടി പാറിക്കളിക്കുന്നുണ്ട്. അവിടെ രാഹുൽ, ഒരു പ്രധാന പ്രശ്നമുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നടത്തിയ എല്ലാ മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിച്ച് വിമർശിച്ചത് ആരെയാണെന്ന് അറിയാമോ രാഹുലിന്? അത് ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ രാഹുൽ ഗാന്ധിയാണ്, നരേന്ദ്രമോദി അല്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. നരേന്ദ്രമോദിയെ വിമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിലെ പിണറായി വിജയന്റെ പ്രസംഗങ്ങളോ ഇടപെടലോ CPM-ന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളോ നോക്കിയാൽ കോൺഗ്രസ് നടത്തിയതിന്റെ ഒരു 100 ഇരട്ടി പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രസംഗങ്ങളും CPM-ന്റെ നേതൃത്വത്തിലും പിണറായി വിജയന്റെ 70% കോൺഗ്രസിനെ വേട്ടയാടുകയും 30% മാത്രം BJP-യെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലല്ലേ ഇപ്പോൾ രാജ്യത്തും സംസ്ഥാനത്തും BJP നടത്തുന്ന എല്ലാ കിരാതമായ നടപടികൾക്കെതിരായി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നത് CPM-ആണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഈ രാജ്യത്ത്, കേരളം എന്ന സംസ്ഥാനത്ത് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലായിടത്തും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ നരേന്ദ്രമോദിക്കെതിരായി, അതുപോലെ തന്നെ BJP-ക്കെതിരായി, RSS-നെതിരായി വലിയ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനും നടന്നു. അവിടെയെങ്ങും ഇവരാരും ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്.